ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിൻ്റെ വിജയവും അതിൻ്റെ ആരവങ്ങളും അടങ്ങും മുമ്പേ ഇനി ഇന്ത്യയുടെ യുവതാരോദയങ്ങളുടെ അരങ്ങേറ്റമാണ്. യുവതാരം ശുഭ്മാൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ സിംബാബ്വേയുമായി ഏറ്റുമുട്ടും. 5 T20 മത്സരങ്ങളാണ് ഇന്ത്യ സിംബാബ്വേയുമായി കളിക്കുക. ശനിയാഴ്ച ഹരാരെയിലാണ് ആദ്യ മത്സരത്തിന് തുടക്കം കുറിക്കുക. സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ശിവൻ ദുബെ എന്നിവർ ടീമിലുണ്ടായിരുന്നു. T20 വേൾഡ് കപ്പിന്റെ വിജയത്തിന് ശേഷം ഇന്ത്യൻ ടീം ബാർബഡോസിൽ തുടരുന്നതിനാൽ ഈ 3 താരങ്ങളെ ആദ്യ 2 T20 മാച്ചിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ടീം ബുധനാഴ്ച വൈകുന്നേരം മാത്രമേ ഇന്ത്യയിൽ എത്തുകയുള്ളൂ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 താരങ്ങൾക്ക് പകരം BCCI ടീമിൽ ഉൾപ്പെടുത്തിയത് സായി സുദർശൻ, ജിതേഷ് ശർമ്മ, ഹർഷിത് റാണ എന്നിവരെയാണ്. ഓപ്പണിംഗിൽ ശുഭ്മാൻ ഗില്ലിനൊപ്പം അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. താരം മികച്ച ബാറ്റിംഗ് ആണ് IPL-ഉടനീളം സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കാഴ്ചവെച്ചത്. താരം ഒരു ഇടങ്കേനാണ് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ജയ്സ്വാളിന് പകരക്കാരനായി അഭിഷേക് ശർമ്മ ടീമിൽ ഇടം പിടിക്കും. സഞ്ജു സാംസൺ ആദ്യ 2 T20യിൽ ഇടം പിടിക്കാത്തതിനാൽ 3-ാം സ്ഥാനത്ത് ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും ബാറ്റ് ചെയ്യുക. 4-ാം നമ്പറിൽ റിയാൻ പരാഗും മികച്ച പ്രകടനമാണ് IPL സീസണിലുടനീളം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കാഴ്ചവെച്ചത്. 4-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. 5-ാം നമ്പറിൽ റിങ്കു സിംഗിന്റെ ബാറ്റിംഗ് ആണ് എല്ലാ ആരാധകരും ഉറ്റുനോക്കുന്നത്. ഈ ടീമിൽ സ്പിന്നർമാരായി വിഷ്ണു ബിനോയും വാഷിംഗ്ടൺ സുന്ദറുമായിരിക്കും ടീമിൽ ഇടം പിടിക്കുക. പേസർമാരായി ആവേശ് ഖാനും ഖലീൽ അഹമ്മദും മുകേഷ് കുമാറും ടീമിൽ ഇടം പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരുപിടി മികച്ച യുവതാരങ്ങളുടെ അരങ്ങേറ്റ മത്സരങ്ങളാവും ഇന്ത്യ സിംബാബ്വെ T20 പരമ്പര. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.